ഗൈസ്, അപ്പോൾ സമയം 3:30 നമ്മുടെ കന്യാകുമാരി ട്രിപ്പ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിയിട്ട് നേരെ അജയിനെ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കന്യാകുമാരിക്ക് സൺറൈസ് കാണാൻ പോവാം ഗൈസ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ കള്ളിക്കാട് എത്തിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇടുക്കിക്കാരൻ്റെ വീട്ടിൽ പോകണം. ഇടുക്കിക്കാരൻ്റെ വീട്ടിൽ പോയി അവനെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ വെള്ളാട് വഴിയാണ് കന്യാകുമാരിക്ക് പോകുന്നത് ഗൈസ്. അപ്പോൾ ക്ലിയർ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഞാനവിടെ ഇടുക്കിക്കാരൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ റോഡിൽ നിൽക്കുവാണ്. വിചരിമ്പിച്ച റോഡ് ഗൈസ്. പേടിച്ചിട്ടൊന്നുമില്ല, എന്നാലും വണ്ടി ഓഫ് ആക്കിയിട്ടില്ല. നോക്കട്ടെ. മന്ദം നടന്ന് വരികയാണ്. ഹലോ ബ്രോ, മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇനി കുറച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ട് വീഡിയോ എടുക്കാം. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ചായക്കട ഉണ്ട്. അവിടെ കയറി ചായ കുടിച്ചിട്ട് വേണം ഇനി നമുക്ക് പോവാൻ. ഗൈസിന് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 24 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ചായ കുടിച്ചിട്ട് ഇറങ്ങി ഇനി കന്യാകുമാരി പോയിട്ട് സൺറൈസ് കാണാനാണ്. അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ കന്യാകുമാരിയിലെത്തി. പ്രതീക്ഷിച്ച് അത്രയും തിരക്കില്ലെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ അതിൽ വരുന്നുണ്ട്. സൺറൈസ് കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് 6:20 സംഭവിച്ചത്. ഒരുപാട് സ്ഥലത്ത് നിന്ന് നമുക്ക് സൺറൈസ് കാണാം. പക്ഷെ നമ്മൾ ഇറങ്ങി ചെന്നത് ഹാർബർ ഏരിയ ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്നാണ് കണ്ടത്. ക്ലൈമറ്റ് വളരെ മോശമായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച അത്ര സെറ്റപ്പ് ആയിരുന്നില്ല അത്. പിന്നെ ചുറ്റുമുള്ളതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. ഇവിടെ നിന്നുള്ള സൂര്യോദയവും സൂര്യാസ്തമയവും വളരെ പ്രസിദ്ധമാണ്. ആ കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ പറ്റാതെ പോയത്. ഗൈസ്, അപ്പോൾ നമ്മുടെ സൺറൈസ് കഴിഞ്ഞു. സൺറൈസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അതിൻ്റെ വിഷ്വൽ നമ്മളിതിൽ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് ഇത് കാണാൻ വന്നിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിലാണ് നിന്ന് കാണുന്നുണ്ട് സൺറൈസ്. ഇന്ന് 6:20 സൺറൈസ്. അപ്പോൾ നമ്മൾ കന്യാകുമാരി വന്നു, സൺറൈസ് കണ്ടു. ഹാർബറിനോട് ചേർന്ന് ഈ കാണുന്ന പള്ളിയിൽ പെരുന്നാൾ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ നമ്മൾ ഇനി ബോട്ടിങ്ങിലോട്ട് പോവാണ് ഗൈസ്. നമ്മളൊന്ന് സമയം ഇച്ചിരി കൂടുതലായിപ്പോയി. ഇവിടെ 10 മണിക്കാണ് ബോട്ട് സർവീസ്. അപ്പോൾ നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാം. അപ്പോൾ ഇവിടെ സമയമാകാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവരെല്ലാം ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ് പോലീസുകാരെല്ലാം. ക്ലൈമറ്റ് വളരെ മോശമായതുകൊണ്ട് ബോട്ട് സർവീസ് ലേറ്റ് ആവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടില്ല. അതൊക്കെ 10 മണി കഴിയും. പകുതിയും ഉച്ചയ്ക്ക് ശേഷം ഓപ്പൺ ആവത്തുള്ളൂ. എല്ലാ ഷോപ്പും ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് കന്യാകുമാരിയിലെ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലേക്കാണ്. പോകുന്ന വഴിയിൽ ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട്. കന്യാകുമാരി ഭഗവതി അമ്മൻ കോയിൽ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തെ കുമാരി അമ്മൻ കോയിലെന്നും പറയപ്പെടുന്നുണ്ട്. ഗൈസ്, ഇതാണ് ക്ഷേത്രത്തിലോട്ടുള്ള പ്രധാന വഴി. ഇവിടെ ഇങ്ങനെയുള്ള കാഴ്ചകളും കാണാം. സ്വദേശികളും വിദേശികളും അടക്കം ധാരാളം ആൾക്കാർ ക്ഷേത്ര ദർശനത്തിനായി ഇവിടെ വരുന്നുണ്ട്. ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇതാണ് കന്യാകുമാരിയിലെ മാരിയമ്മൻ. അല്ലല്ലോ, ഇതൊരു കോയിൽ ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകിലൂടെ പോവുകയാണ്.
അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഫുൾ റൗണ്ട് ഒന്ന് ചുറ്റി കാണും. ഗൈസ്, ഇതാണ് ക്ഷേത്രത്തിൻ്റെ പുറകുവശം. ഇവിടെ നിന്ന് നമുക്ക് കടൽ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ കാണാൻ സാധിക്കും. മാത്രമല്ല വിവേകാനന്ദ പാറയും നമുക്ക് കാണാൻ പറ്റും. നേരം വെളുത്ത് വരുന്നത് കൊണ്ട് തന്നെ വിവേകാനന്ദ പാറയുടെ വിഷ്വൽ നമുക്കത്ര കറക്റ്റായിട്ട് കിട്ടത്തില്ല ഗൈസ്. ഇവിടെ ഇങ്ങനെയുള്ള കാഴ്ചകളും കാണാൻ സാധിക്കും ഗൈസ്. ഒരു പേടിയില്ലാതെ ഇവിടേക്ക് നിൽക്കാനുള്ളവന്മാരുടെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ. എപ്പോഴാണ് കടലിൻ്റെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. എടുത്തുകൊണ്ട് പോകത്തുള്ളൂ ഇവരെയൊക്കെ. അപ്പോൾ നമ്മൾ വിവേകാനന്ദ റോക്കിൻ്റെ ഭംഗി ആസ്വദിച്ച് ക്ഷേത്രത്തിൻ്റെ പുറകിലേക്ക് ഇങ്ങനെ ഇരിക്കുവാണ്. അതിരാവിലെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. ഏകദേശം നമ്മൾ ബീച്ച് ഏരിയ എത്തി. ബീച്ചിൽ ഇപ്പോഴും രാവിലെ തന്നെ നല്ല ആൾക്കാരുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ബീച്ചിൽ മാത്രമല്ല ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനും എല്ലാം നല്ല തിരക്കുണ്ട്. എങ്ങനെയുണ്ട്? പറയാനൊന്നുമില്ല. നല്ല വെയിലുണ്ട്, രാവിലെ നല്ല വെയിലുണ്ട്. പക്ഷേ നല്ല തിരക്കുണ്ട്, ആൾക്കാർ നല്ല തിരക്കുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. ഇവിടുന്ന് ഒരു ചെറിയൊരു പാലം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ബോട്ട് സർവീസിന് വല്ല കാര്യമുണ്ടോ? നമുക്ക് രാവിലെ അവിടെ പോയി ഇന്ന് സൺറൈസ് കാണുകയും ചെയ്യാം, കടൽ ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് നമ്മൾ ഈ സംഭവം നമ്മുടെ കണ്ണിൽപ്പെട്ടത്. ഇതാണ് സുനാമി മെമ്മോറിയൽ പാർക്ക്. ഈ പാർക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാച്ചു കാണാൻ സാധിക്കും ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാർക്കിൽ നിൽക്കുകയാണ്. ഇത് 2004 ഇവിടെ സുനാമി വന്ന്, അപ്പോൾ അതിൻ്റെ മെമ്മോറിയൽ പാർക്കായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ അധികം ആരും കയറുന്നത് കാണുന്നില്ല, ടൂറിസ്റ്റ് ആരും ഇങ്ങോട്ട് കയറുന്നില്ല, ഒഴിഞ്ഞു കിടക്കുക. ഈവനിങ്ങിലൊക്കെ ഒന്ന് ചില്ലടിക്കാൻ നല്ലൊരു സ്ഥലമാണ്. നല്ല പീസ്ഫുൾ ആയിരുന്നു. ഈ തിരക്കൊന്നും ഇങ്ങോട്ടൊന്നും അധികം ആൾ വന്നില്ലെങ്കിൽ കൊള്ളാം, ഇവിടെ വന്നിരിക്കാം. അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി നേരെ ഇറങ്ങി വരുന്നത് വലിയൊരു ഷോപ്പിംഗ് ഏരിയയിലാണ് ഗൈസ്. നമ്മളിവിടെ അധികം സമയം കളഞ്ഞില്ല, നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ബാക്കി വിശേഷങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കടലിലേക്ക് കുറച്ച് വ്യൂ പോയിൻ്റ് പോലെ അവർ കല്ലുകൊണ്ടൊരു പാലം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ എൻട്രി ഉണ്ടോയെന്ന് അറിയില്ല, കുറച്ചുപേർ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എൻ്റെ വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇനി നമ്മൾ പോകുന്നത് ആ കാണുന്ന സ്ഥലത്തേക്കാണ്. പുതിയ ഹാർബറിനുള്ള പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇവിടെയും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഗൈസ്, കുളിക്കാനും കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ അവരുടെയൊക്കെ സൈഡിൽ കൂടെ പതുക്കെ ഇങ്ങനെ നടന്നു പോവാണ്. ഗൈസ്, നമ്മൾ രാവിലെ അവിടെ നിന്നാണ് സൺറൈസ് കണ്ടത്. ഗൈസ്, നമ്മൾ ഇതിലാണ് അങ്ങോട്ട് പോകുന്നത്. വഴിയുടെ തുടക്കത്തിലൊക്കെ ഇഷ്ടംപോലെ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്താ അവസ്ഥ എന്ന് അറിഞ്ഞില്ല ഗൈസ്. കല്ലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ ഒരുപാട് ഒരു ഫാമിലിയായിട്ടൊക്കെ വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ വ്യൂ വരുമ്പോൾ ഇതാണ്. ഇനിയും നടക്കാറുണ്ട്. ഇത് ഏകദേശം 500 മീറ്റർ അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു. കരയിൽ നിന്ന് കണ്ടതുപോലെയല്ല, നടന്നിട്ട് എത്തുന്നില്ല. നല്ല രസമുണ്ട്. രസമുണ്ട്. ഇത്രയും വെയിലുണ്ടെങ്കിലും നല്ല ചൂടൊന്നുമില്ല. കാറ്റടിക്കുന്നത് കൊണ്ട് വലുതായിട്ട് ചൂട് അനുഭവപ്പെടുന്നില്ല. ഇവിടെ നിൽക്കുമ്പോൾ അപ്പുറത്തെ റോക്കിൻ്റെ ഒക്കെ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഗൈസ്, ഇതിലാണ് നമ്മൾ പോകുന്നത്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ കാലിൻ്റെ ഇടയ്ക്ക് പോകാൻ സാധ്യതയുണ്ട് ഗൈസ്. കാരണം നല്ല ഗ്യാപ്പുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു പാത്തിൻ്റെ എൻഡിൽ വന്ന് നിൽക്കുവാണ്. അപ്പോൾ വ്യൂ എന്ന് പറയാനായിട്ട്
അതുവഴിയാ വന്നേ. അതുവഴി വന്ന് ആ ഒരു ഭാഗത്ത് പോയിട്ട് ഫുള്ള് കടലാണ് ഗൈസ്, ചുറ്റും കടൽ ഗൈസ്. അങ്ങനെ ഇതിൻ്റെ അവസാനം എത്തുമ്പോൾ കടലിൻ്റെ കളർ ഇതാണ് ഗൈസ്. ഇവിടെ ആഴം കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് തിരിക്കുവാണ്. ഇനി അടുത്ത് ബോട്ടിംഗ് ആണ്. അപ്പോൾ ബോട്ടിങ് ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. അവിടെ ഇതാരും ആരും ചെന്നിട്ടില്ല. അപ്പോൾ അറിയാൻ വയ്യ. 10 മണിക്ക് സ്റ്റാർട്ടിങ് തോന്നണേ. വെള്ളം കുറവായതുകൊണ്ടാണ് ലേറ്റ് ആവണമെന്നാണ് പറയുന്നത്. വെള്ളം കുറവ് മീൻസ് കടലിൽ വെള്ളം കുറവല്ല, സംഭവം വേലി ഇറക്കുക എന്തോ സംഭവമാണ്. അപ്പോൾ എന്തോ വാട്ടർ ലെവൽ സെറ്റായ ശേഷം അവർ ബോട്ട് ഇറക്കത്തുള്ളൂ. ഓക്കെ, ഉണ്ടെങ്കിൽ ഇന്ന് ബോട്ടിങ് കാണിക്കും, അല്ലെങ്കിൽ ആ ബോട്ടിൻ്റെ ഒക്കെ അവസ്ഥ എന്ത് കഴിഞ്ഞാൽ പേടിയാണ്. ചുരുമ്പിച്ച് ഇതൊക്കെ ഓടുവോ എന്തോ, വിശ്വാസത്തിൻ്റെ പുറത്തൊക്കെ പോകുന്നയാ. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആരോട് പറയാൻ. കേസ് അപ്പോൾ ഇവിടെ ഹാർബർ എന്തോ വരുന്ന പ്ലാനാണെന്ന് തോന്നുന്നു. 2 കടൽപ്പാത പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. അവിടെ നിന്നാണ് മത്സ്യത്തൊഴിലാളികളൊക്കെ ഫിഷിങ്ങിന് പോകുന്നത്, അവിടെ നിന്നാണ്. അപ്പോൾ അതിന് വേണ്ടി ആയിരിക്കും. ഒരുപാട് വീടുകളുണ്ട്, സാധാരണക്കാരുടെ ഒരുപാട് വീടുകളുണ്ട് അവിടെ. വെയിലും കൊണ്ട് എന്താ വെയിലവിടെ രക്ഷയില്ല. കേസ് ഗ്ലാസ് വാങ്ങിയത് വെറുത്തായി. കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ട്. രാവിലെ ഒരു പുള്ളിക്കാരൻ വന്ന് കണ്ണാടിക്ക് വേണ്ടി കാര്യമായിരുന്നു നമ്മുടെ അടുത്ത് ഒരെണ്ണം വാങ്ങാൻ. അപ്പോൾ ആദ്യം ഒഴിവാക്കി വിട്ട്, പിന്നെ ഒന്ന് വാങ്ങിച്ചു. പക്ഷെ വെറുത്താണ് പോയി. അത് വേണ്ട, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. വലിയ മുഖമില്ല കേട്ടത് അത് വെച്ചോക്കെ. ഞാൻ പോണേണ് ഗൈസ്. അവിടെ റോക്കിലോട്ട് സ്റ്റാഫൊക്കെ പോയി, അവരവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം ടൂറിസ്റ്റിനെ അങ്ങോട്ട് വിടുമായിരിക്കും. സ്റ്റാഫൊക്കെ വേറെ ചെറിയൊരു ബോട്ടിലും അങ്ങോട്ട് പോയിട്ട് അവിടെ എന്തൊക്കെയോ പരിപാടി ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് കാണാം, പക്ഷേ ക്യാമറ കിട്ടത്തില്ല, അതുകൊണ്ടാണ് കാണിക്കാതെ. അങ്ങോട്ടൊരു വ്യൂ കിട്ടുന്നില്ല. സേഫ് ആണോ എന്തോ ബോട്ടൊക്കെ, ആ ബോട്ടിൻ്റെ ഒക്കെ അവസ്ഥ കാണുമ്പോൾ. അങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും ബോട്ടിലോട്ട് കയറാനുള്ള ക്യൂ ഏകദേശം 1/2 കിലോമീറ്ററിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു ഗൈസ്. 2 തരത്തിലാണ് ഇവിടെ ക്യൂ ഉള്ളത്. 300 രൂപയുടെ ക്യൂ ഉണ്ട്, 100 രൂപയുടെ ക്യൂ. 100-ലാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. തിരക്ക് കാരണം ഞങ്ങൾ ആദ്യം 300-ൻ്റെ ക്യൂവിലാണ് ഗൈസ് കയറിയത്. പക്ഷെ അവസാനം എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ 100-ലോട്ട് ചാടിക്കയറി. അങ്ങനെ ഞങ്ങൾ 100 രൂപയുടെ ഗേറ്റിൻ്റെ അതിലെ താഴോട്ടിറങ്ങി. അവിടെയും ഭയങ്കര തിരക്കാണ് കേസ്. ഇഷ്ടംപോലെ ഗാർഡ്സും പോലീസുകാരൊക്കെ ഉണ്ട് അതിനകത്ത്. ഇതിൻ്റെ അകത്തും ഇഷ്ടംപോലെ നേരം ക്യൂ നിൽക്കണം എന്ന് തോന്നുന്നു. ഈ ഫ്രണ്ടിൽ കാണുന്ന അപ്പൂപ്പം നമുക്ക് സൈഡ് തരത്തില്ല കേസ്. അവരുടെ ഫാമിലിയൊക്കെ പുറകെ വരുന്നുണ്ട്. അവരെ കയറ്റിയിട്ട് നമ്മളോട് പോകുമ്പോൾ ആ ഒരു സെറ്റപ്പിലായിരുന്നു പുള്ളി. അത് കറങ്ങി അവിടെ വരും. ഇടയിൽ കയറിയതാണ്. ജസ്റ്റ് മലയാളി തിങ്സ്. സീരിയസ്ലി കേസ്, നമ്മുടെ ദൈവമുണ്ട്. നമ്മൾ 6 മണിക്ക് ഇവിടെ എത്തിയതാണ്. പിന്നെ നമ്മളിവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കറങ്ങിയിട്ട് വന്നപ്പോഴാണ് നമ്മുടെ ടിക്കറ്റ് ഫുള്ളായത്. ഫുള്ളല്ല, ആൾ ഫുള്ളായി. നമ്മൾ 1 കിലോമീറ്റർ അപ്പുറത്താണ് പോയി വരുന്നത്. പിന്നെ ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് അടിക്കാൻ വന്നപ്പോൾ ഫസ്റ്റ് സെറ്റിൽ നമ്മൾ കയറി. ടിക്കറ്റ് 2 ടിക്കറ്റ് ശേഷം ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇറങ്ങി പോകണം. ഗ്ലാസ് കോച്ചിങ്ങിനോട് എമൗണ്ട് ഒന്ന് കാണാം. 200 രൂപ. ഓക്കെ ഓക്കെ. ഗൈസ് ഇനി താഴെ പോയി ഹോളിൽ ഇറങ്ങിയിട്ട് ഇതേപോലെ 6 ആക്ക് വീണ്ടും ക്യൂ ഉണ്ട്. വീണ്ടും 6 ആക്ക് ക്യൂ ഉണ്ട് ഗൈസ്. അവിടെ പിന്നെ ഇരിക്കാൻ സാധിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ പക്ഷേ ക്യൂ പോകും. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് 10-500 പേര് കാണും.
അരമണിക്കൂറിനടുത്ത് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് ഗൈസ്. എന്നിട്ടാണ് പതുക്കെ ബോട്ട് വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. ഈ കാണുന്ന ഷെഡൊക്കെ പുതിയതായിട്ട് പണിതാണ് ഗൈസ്. ഈ ക്യൂ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല തോന്നുന്നു ഗൈസ്. അങ്ങ് താഴെ വീണ്ടും ഉണ്ട് ക്യൂ. കേസ് ഓരോ സെക്ഷനായിട്ടാണ് കയറ്റി വിടുന്നത് കേസ്. അവിടെ ഇപ്പോൾ ഒരു സെക്ഷൻ നിൽപ്പുണ്ട്. ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. ഇതിലാണ് നമ്മൾ ഇനി വിവേകാനന്ദ പാറയിലോട്ട് പോകുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ഗൈസ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. അങ്ങനെ ഞങ്ങൾ ബോട്ടിലോട്ട് കയറി. ആദ്യം തന്നെ സീറ്റ് പിടിച്ചു. അപ്പോൾ നമ്മുടെ ബോട്ട് പതുക്കെ അവിടെ നിന്ന് മുമ്പോട്ട് പോവാണ് ഗൈസ്. അങ്ങനെ 5 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വിവേകാനന്ദ റോഡിലെത്തി. ഇനി അവിടെ ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ്. ഇവിടെ നമ്മൾക്ക് ഇറങ്ങാനുള്ള സമയമൊന്നും തരുന്നില്ല കേസ്. അതിനു മുമ്പേ അവിടെ നിന്നുള്ള ആൾക്കാർ ഇടിച്ചു കുത്തി ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇറങ്ങുന്നത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, ടാസ്ക് ആണ്. ഇവിടെ ഗ്യാപ്പ് പോലും ഇടുന്നില്ല, ഗ്യാപ്പ് ഇട്ട് പോലും നിൽക്കുന്നില്ല. ഒരാൾ കയറിയ ശേഷം കയറിയാൽ പോരെ. ബോധവും പൊക്കണമല്ലേ, ഇറങ്ങാൻ ആളുണ്ട്, അതിൽ കൂടെ ചാടി കയറുന്നു. ഇത് അവന് ആ വടം വലിക്കാനുള്ള ഉയരില്ല. 2 പ്രാവശ്യം ആ കയർ അഴിഞ്ഞു പോയി. അവനെ കൊണ്ട് പറ്റണില്ല. ഇവിടെ നിന്ന് വട ഇളകി പോയായിരുന്നു 2 പ്രാവശ്യം. ഗ്ലാസ് ബ്രിഡ്ജുണ്ട്, പക്ഷെ ഇപ്പോഴും അതിൻ്റെ മണ്ടയിൽ പണി കിടക്കുന്നുണ്ട്. ഫുൾ ആളാണ്. ഇങ്ങോട്ട് വരാൻ ആളുണ്ട്, തിരിച്ചു പോകാൻ ആൾ കുറവാണ്. ഇങ്ങോട്ട് വരുന്നതിൻ്റെ പകുതി പോലും തിരിച്ചു പോകുന്നില്ല. അറിയാൻ വയ്യ, അടുത്ത ബോട്ട് വന്ന് ആടി നിൽപ്പുണ്ട്. വിവേകാനന്ദ പാറ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇത് ഇവിടുന്ന് 30 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. അവിടെ നിന്ന് എടുത്തത് ടിക്കറ്റ് ബോട്ട് സർവീസിന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തിരിച്ചു പോകുന്നവരുടെ ക്യൂ ആണ് ഗൈസ്. ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ ഒരു വെയിറ്റിംഗ് ഹാളുണ്ട്, ഒരു ഓഫീസുണ്ട്. അവിടുന്ന് എടുത്ത ടിക്കറ്റ് ഈ ചേട്ടന്മാരുടെ കൈ കൊടുത്താലേ നമുക്ക് അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റത്തുള്ളൂ. ചെരുപ്പെല്ലാം ഊരി വയ്ക്കണം. നഗ്നപാതനായിട്ട് വേണം നമ്മളിവിടെ പാറയിൽ കയറാനായിട്ട്. പല രീതിയിൽ വയ്ക്കുന്നത് കാണാം. ഇന്ന് ആൾ കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു പുറത്ത് വയ്ക്കുന്നത്, ഇല്ലെങ്കിൽ ഈ റൂമിനകത്താണ് വാങ്ങി വയ്ക്കാറ്. നമുക്ക് പോകേണ്ട വഴിയൊക്കെ ഇവർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നല്ല ചൂടായതുകൊണ്ട് അവരൊരു വെള്ള ലൈൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ നടന്നാൽ നമുക്കധികം ചൂട് കിട്ടത്തില്ല കാലിലൊന്നും. അപ്പോൾ നമ്മൾ മേലോട്ട് കയറുവാണ്. ആൾക്കാർ തിരിച്ചിറങ്ങി വരുന്ന വഴിക്കൂടെയാണ് നമ്മൾ മേലോട്ട് കയറി പോകുന്നത്. വഴിതെറ്റി പോയതുകൊണ്ട് നമുക്കിങ്ങനെ പല കടമ്പകളും ചാടിക്കിടക്കേണ്ടി വന്നു ഗൈസ്. ഇനി ഇതിലെ നേരെ പോയിട്ട് മെയിൻ എൻട്രൻസ് വഴി അകത്ത് കയറാം. മെയിൻ എൻട്രൻസിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ കാണുന്ന കാഴ്ച. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയാണ്. വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അകത്ത് അലൗഡല്ല. അങ്ങനെ നമ്മളത് അകത്തെ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങി. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല. വിവേകാനന്ദ സ്വാമിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട് അവിടെ. ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് കന്യാകുമാരിയിലുള്ള വാവാതുറൈ മുനമ്പിൽ നിന്ന് 500 മീറ്ററോളം അകലെ കടലിലായി 2 പാറകളിൽ ഒന്നാണ് വിവേകാനന്ദ പാറ. വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തിക്കടന്ന് 1892 ഡിസംബർ 23, 24, 25 തീയതികളിൽ ഇവിടെ ധ്യാനിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു.
വിവേകാനന്ദ സ്വാമികളുടെ സ്മരണാർത്ഥം ശ്രീ മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റും ശ്രീ ഏകനാഥ റാനഡെ സെക്രട്ടറിയുമായുള്ള വിവേകാനന്ദപ്പാറ സ്മാരക സമിതിയാണ് സ്മാരക നിർമ്മാണത്തിനായി പ്രയത്നിച്ചത്. 1970 സെപ്റ്റംബർ 2 അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ശ്രീ വി ഗിരി ഈ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഇതിനോട് ചേർന്ന് തന്നെ 5 ബുക്ക് സ്റ്റാളുകളുണ്ട്. അതിലും വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലോഡല്ല. ഗൈസ്, ഇനി നമ്മൾ പോകുന്നത് മെഡിറ്റേഷൻ ഹാളിലേക്കാണ്. അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. നോ ഫോട്ടോഗ്രാഫി, നോ വീഡിയോഗ്രാഫി. അതിൻ്റെ അകത്ത് ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വേണം നമ്മളിരിക്കാൻ. ഗൈസ്, ഇവിടെ സൺറൈസ് കലണ്ടർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയുടെ എൻഡ് വ്യൂ. 3 സമുദ്രങ്ങളുടെ സംഗമ ഭൂമിയാണ് കന്യാകുമാരി. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് എൻട്രി ആവണം. പറഞ്ഞിട്ട് കാര്യമില്ല കേസ്. ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസാണ്, അത് ടൂറിസ്റ്റിന് തുറന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോഴെന്താ ഇവിടെ പണി നടക്കുക. ഗ്ലാസ് ബ്രിഡ്ജായിട്ട് ഇവിടെ എപ്പോഴും പണി നടക്കുക കേസ്. വൃത്തിയില്ല. ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു സ്റ്റാൻഡേർഡോ വൃത്തിയോ ഒന്നും അങ്ങനെയൊന്നുമില്ല കേസ്. വീഡിയോ കാണും പോലെയല്ല കേസ്. ഈ ഒറ്റ ബുദ്ധികൾ ഒരു ഗ്ലാസ്സിൽ കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് നേരം നിൽക്കാം. പൊട്ട് കേസ്. അവിടെ കപ്പലൊക്കെ തള്ളുന്നുണ്ട് ആൾക്കാർ. അതൊക്കെ നടന്ന് പോകുന്നില്ല, അതാണ് മെയിൻ ഇഷ്യൂ. പക്ഷെ ഗ്ലാസ് ക്ലീൻ ഇല്ല കേസ്. ഗ്ലാസ് ഒട്ടും ക്ലീൻ ഇല്ല. ഒരു ഫുഡ് എടുക്കാൻ പറ്റില്ല. ഐഡിയ ഉള്ളല്ലേ ഗ്ലാസ് ഒട്ടും ക്ലീൻ അല്ല. അടിയിൽ കടലാണ്, പക്ഷേ അതിൻ്റെ കാര്യമില്ല. കേസ് നമ്മൾ പുറകിലുള്ളത് ഗ്ലാസ് ബ്രിഡ്ജാണ്. പക്ഷെ ഒരു സ്റ്റാൻഡേർഡില്ല കേസ്. ടൂറിസ്റ്റ് പ്ലേസിൽ കീപ്പ് ചെയ്യും പോലെ അല്ല കീപ്പ് ചെയ്തിരിക്കുന്നത്. എന്താണെന്നറിയത്തില്ല. വൃത്തിയില്ല, ഒട്ടും വൃത്തിയില്ല. ഫിനിഷിങ് ഇല്ല. എന്തോ വേറെ ഒരു പറ്റിപ്പ്. കുറച്ചൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടെന്ന് ഇവിടെ പറയണം. ആ ഒരു പേരിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അല്ല, അല്പം പോലും നീറ്റല്ല. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജും കണ്ട് നമ്മൾ തിരുവള്ളുവർ സ്റ്റാച്യൂലോട്ട് പോവുകയാണ്. ഗൈസ്, ഇതാണ് സ്റ്റാച്യൂൻ്റെ ബേസ്. ഇവിടെ നിന്നാണ് നമ്മൾ മേലോട്ട് കയറി ചെല്ലേണ്ടത്. ഇവിടെ ഇഷ്ടം പോലെ സ്റ്റെപ്പുണ്ട് ഗൈസ്. ഈ സ്റ്റെപ്പൊക്കെ നടന്ന് വേണം അതിൻ്റെ ടോപ്പിലെത്താൻ. ഗൈസ്, അപ്പോൾ നമ്മൾ മേളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഗൈസ്. ഈ കാൽപാദം കാണുമ്പോൾ തന്നെ അറിയാം ഗൈസ്, ഇത് ചില്ലറയല്ല, ഇച്ചിരി വലിയ സ്റ്റാച്യു തന്നെയാണ്. തിരുവള്ളൂരുടെ ഫേസ് കാണണമെങ്കിൽ നമ്മൾ ഇവിടെ നോക്കി കാണാൻ പറ്റില്ല. നമ്മൾ ബോട്ടിങ് എവിടെ തുടങ്ങിയോ അവിടെ പോയി നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നുള്ള വിവേകാനന്ദ പാറയുടെ വ്യൂ ആണിത്. ഗൈസ്, അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ കന്യാകുമാരി സീരീസ് ഇന്നത്തെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ നമ്മളിവിടെ വെച്ച് നിർത്തുവാണ്. സാറ്റിസ്ഫൈഡ് ആയില്ല ഗൈസ്. അപ്പോൾ ഇടുക്കിക്കാരൻ അജയും തിരുവനന്തപുരത്തുകാരൻ അഖിലും സൈനിങ് ഓഫ്.